It's with great pleasure I invite the backbone of Heaven's Preschool Vadanappally, a distinguished scholar M.A. Adam Ustad, the administrator of Vadanappally Orphanage Community, to deliver the welcome note. Assalamu alaikum wa rahmatullah. Alhamdulillahi rabbil alameen. Wassalatu wassalamu ala rasulihil ameen wa ala alihi wa sahbihi ajma'in. വേദിയിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ ഈ സന്ദർഭത്തിൽ അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ വാടാനപ്പള്ളി ഹെവൻസ് പ്രീ സ്കൂളിൻ്റെ 9ാമത് ആനുവൽ മീറ്റിംഗാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ വർഷം കോഴ്സ് പൂർത്തിയാക്കി ഇറങ്ങുന്ന 19 മക്കളെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഈ വർഷത്തെ ഷൈനിങ് സ്റ്റാർസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 19 മക്കളെ അവർക്ക് സന്നിധാനം നടത്തപ്പെടുന്ന വളരെ ശ്രദ്ധേയമായ ചടങ്ങ് കൂടിയാണ് നമ്മുടെ ഈ പരിപാടി. ഹെവൻസ് പ്രീ സ്കൂളിൻ്റെ സവിശേഷതകളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഈ സംവിധാനത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ മക്കളെ ഈ സ്ഥാപനത്തിൽ ചേർത്തിട്ടുള്ളത്. ഒരുപക്ഷെ രക്ഷിതാക്കളെ നമുക്ക് പലർക്കും കിട്ടാതിരുന്ന, അതിൻ്റെ പേരിൽ ഇപ്പോഴും ഖേദം അനുഭവിക്കുന്ന ആളുകളാണ് നമ്മൾ. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധ ഖുർആനിനെ നേരെ ചൊവ്വെ പാരായണം ചെയ്യാനോ, ഓരോ ദിവസവും നമസ്കാരത്തിൽ നാം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ചെറിയ സൂറത്തുകളുടെ പോലും അർത്ഥം മനസ്സിലാക്കാനോ, നമ്മുടെ ജീവിതത്തിൻ്റെ ഐഹികവും പാരത്രികവുമായ വിജയത്തിനു വേണ്ടി പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള ഹിദായത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ, അതിൻ്റെ അർത്ഥതലങ്ങളിലൂടെ ഒരു പ്രാവശ്യമെങ്കിലും അധ്യാവസാനം ഒന്ന് സഞ്ചരിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവരാണ് നമ്മിൽ പലരും. ആ കുറവ്, ആ നഷ്ടം നികത്തുക നമ്മുടെ ഭാവി തലമുറയ്ക്കെങ്കിലും ഈ ഒരു നഷ്ടമുണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഖുർആനുമായി ബന്ധപ്പെട്ട കോഴ്സുകൾക്ക് വേണ്ടി തയ്യാറാക്കുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദിസ്ഥമാക്കുകയും ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കാൻ ആവശ്യമായ അടിസ്ഥാനപരമായ പ്രാർത്ഥനകളും അതുപോലെ തന്നെ നാം നിത്യേന പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറകളുമൊക്കെ അർത്ഥസഹിതം മനഃപ്പാഠമാക്കുകയും ചെയ്യുക എന്ന വളരെ സവിശേഷമായ ഒരു കോഴ്സാണ് ഹെവൻസ് പ്രീ സ്കൂളിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. 3 വർഷത്തെ കോഴ്സ് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ജുസ് മനഃപ്പാഠമാക്കുകയും ഹൃദിസ്ഥമാക്കുകയും പരിശുദ്ധ ഖുർആൻ അധ്യാവസാനം പാരായണ നിയമങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യാൻ പഠിക്കുകയും അതോടൊപ്പം നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെയും നമുക്ക് മനസ്സിലാക്കി തരുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ നമ്മുടെ മക്കളെ 3 വർഷം കൊണ്ട് പഠിക്കുക മാത്രമല്ല, അത് അവരുടെ ജീവിതത്തിൻ്റെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാക്കി പ്രയോഗവൽക്കരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സവിശേഷമായ ഒരു കോഴ്സ്. അതോടൊപ്പം സ്കൂളിൽ ചേർക്കുന്ന പ്രായമാകുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ നിന്ന് നിലനിന്ന് വരുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ, അത് ഏത് സിലബസുമായി ബന്ധപ്പെട്ടതാണെങ്കിലും
ആ സ്കൂളുകളിൽ ചേർക്കാൻ ആവശ്യമായ പ്രാഥമികമായ വിദ്യാഭ്യാസവും നമുക്ക് ഈ കോഴ്സിലൂടെ നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സവിശേഷമായ ഒരു കോഴ്സാണ് എന്ന് മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെയൊക്കെ കരളിൻ്റെ കഷ്ണങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ ഈ മക്കൾ നമുക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും നമ്മുടെ വലിയ സമ്പാദ്യമായി തീരുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ ഹെവൻസ് പ്രീ സ്കൂൾ എന്ന് പറയുന്ന സംവിധാനം. വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത കോഴ്സ് പേരുകളിൽ ഇന്ന് ഈ കോഴ്സുകൾ അറിയപ്പെടുന്നുണ്ട്, നടത്തപ്പെടുന്നുണ്ട്. കേരളത്തിലെ മുസ്ലിം സമൂഹം ഈ വിഷയത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ് എന്നാണ് അത് തെളിയിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കളെ നാം ഇത്തരം കോഴ്സുകൾക്ക് ചേർക്കുകയും അതിന് ഏറ്റവും ഉപയുക്തമായ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനം വടാനപ്പള്ളി ഓർഫനേജ് കമ്മിറ്റിയുടെ കീഴിലുള്ള ഈ സ്ഥാപനം തുടങ്ങിയിട്ട് 9 വർഷം പൂർത്തിയാവുകയാണ്. ഈ 9 വർഷത്തെ നമ്മുടെ പ്രയാണത്തിനിടയിൽ കുറച്ച് കുട്ടികളെ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കോഴ്സ് പൂർത്തിയാക്കി നമ്മുടെ സമൂഹത്തിലേക്ക് ഇറക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അവർ പോയ സ്ഥാപനങ്ങളിൽ പാഠ്യേതര രംഗത്ത് ആ മക്കൾ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഉദ്ഘാടന സെഷന് ശേഷം ഇവിടെ നടത്തപ്പെടുന്ന നമ്മുടെ മക്കളുടെ പരിപാടി നിങ്ങൾക്കത് നേർക്കുനേരെ തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ രക്ഷിതാക്കൾ ഈ സംവിധാനത്തെ നിലനിർത്താനും കൊണ്ടുപോകാനും വേണ്ടി വളരെ ത്യാഗം ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ബാക്കിയുള്ളവരും നമ്മുടെ മക്കളെ ഇതുപോലെയുള്ള കോഴ്സുകൾക്ക് ചേർക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് കോഴ്സ് കഴിഞ്ഞിറങ്ങുന്ന മക്കളുടെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമുക്ക് ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള ഈ സംവിധാനത്തെ നിലനിർത്തി അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ശ്രമം കൂടി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. നമ്മുടെ സ്ഥാപനം അതിനുവേണ്ടി ശ്രമം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇവിടെ പറയപ്പെടും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇനി അർപ്പിതമായ കർത്തവ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ്. നമ്മുടെ ഈ പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് വടാനപ്പള്ളി ഓർഫനേജ് കമ്മിറ്റിയുടെ വൈസ് ചെയർമാനും നമ്മുടെ സ്ഥാപനങ്ങളുടെ ഡയറക്ടറുമായിട്ടുള്ള CK ഹനീഫ മാഷ് അദ്ദേഹമാണ്. അദ്ദേഹത്തെ നമുക്കറിയാം, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ മുഴുവൻ സമയവും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ വിശദമായി പരിചയപ്പെടുത്തേണ്ടതില്ല. വളരെ സന്തോഷത്തോടെ ആദരവോടെ നമുക്കെല്ലാവർക്കും വേണ്ടി ഹനീഫ മാസ്റ്ററെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് എത്തിയിരുന്നത് ബഹുമാന്യനായ MA ഷാനവാസ് സാഹിബ് ആയിരുന്നു. MK ഗ്രൂപ്പ് സ്ഥാപക ചെയർമാനായിട്ടുള്ള MK അബ്ദുള്ള സാഹിബിൻ്റെ മകൻ. നമ്മൾ ഹെവൻസ് പ്രീ സ്കൂള് 2015 തുടങ്ങുമ്പോൾ ഈ സംവിധാനത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മൾ ക്ഷണിച്ചിരുന്നത് MK അബ്ദുള്ള സാഹിബിനെ ആയിരുന്നു. അന്നു മുതൽ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു രക്ഷാധികാരി എന്ന അർത്ഥത്തിൽ ഇതിന് ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചെറിയൊരംശം നമ്മുടെ ഈ സംരംഭത്തിന് നൽകി നമ്മളെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അദ്ദേഹം. അള്ളാഹുവിൻ്റെ വിധിക്ക് വിധേയമായി അദ്ദേഹം ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അബ്ദുൾ സാഹിബ് അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുള്ള അള്ളാഹു അദ്ദേഹത്തിന് മഹ്ഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം നടക്കുന്ന ഈ പരിപാടി നമ്മൾ മകൻ ഷാനവാസിനെ സമീപിക്കുകയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലാണ് ഉള്ളത്. ഒരു മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹം ഇന്ന് തിരിച്ചു വരേണ്ട ആളാണ്. തിരിച്ചു വന്നിട്ട് ഈ പരിപാടി പങ്കെടുക്കാമെന്നാണ് അറിയിച്ചിരുന്നത്. അദ്ദേഹത്തിന് തിരിച്ചെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭാവം നമുക്കൊരു വലിയ പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഞാൻ അദ്ദേഹം നമ്മോട് കാണിച്ച സന്മനസ്സിന് ഹൃദയം നന്ദി അറിയിക്കുന്നു. തുടർന്ന് നമ്മൾ ഈ പരിപാടിയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സന്തോഷത്തോടുകൂടി പരിപാടിയിൽ പങ്കെടുത്ത് ഒരു മുഖ്യ പ്രഭാഷണം നിർവഹിക്കാമെന്ന് എത്തിയിട്ടുള്ള KK ഷാനവാസ്, ജമാഅത്തെ ഇസ്ലാമിയുടെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം.
അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ട് നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ഷാനവാസ് സാഹിബിന് ജില്ലാ ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് ഷാനവാസ് സാഹിബിന് ഞാൻ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയ അന്ന് മുതൽ ഇവിടെ പഠിച്ചു മിടുക്കരായിത്തീരുന്ന ഏറ്റവും തിളങ്ങി നിൽക്കുന്ന വിദ്യാർത്ഥിക്ക് ഗോൾഡ് മെഡൽ ഓഫർ ചെയ്ത് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പുതുപ്പിലും കിതപ്പിലുമൊക്കെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ ഖാലിദ് സാഹിബ്, അദ്ദേഹം ഈ വർഷവും നമ്മുടെ കുട്ടികൾക്ക് അവാർഡ് ദാനം ഗോൾഡ് മെഡൽ ഓഫർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നമ്മളോട് സംസാരിക്കും. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് നമുക്ക് ഏവർക്കും വേണ്ടി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ടുള്ള എസ് അബ്ദുറഹ്മാൻ സാഹിബ്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ വാടാനപ്പള്ളി ഏരിയ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെയും നമുക്കെല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരാശംസ പ്രസംഗം നടത്തുന്നത് ഹെവൻസ് പ്രീ സ്കൂളിൻ്റെ PTA പ്രസിഡന്റായിട്ടുള്ള സഫീനാസ് അബ്ദുള്ള സാഹിബ് അവർകളാണ്. അവരും ഇവിടെ ഉണ്ട്. നമ്മുടെ കുട്ടികളുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി ഈ പരിപാടിയുടെ ആലോചനാ യോഗം മുതൽ തന്നെ നമ്മളോടൊപ്പം എപ്പോഴും സജീവമായി ഇതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ട്. സഫീനാസ് അബ്ദുള്ള സാഹിബയെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നമ്മളെ ഈ സ്ഥാപനത്തിൻ്റെ കഴിഞ്ഞൊരു വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഹെവൻസ് പ്രീ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ നിർണായകമായ പങ്ക് വഹിച്ചു വളരെ ത്യാഗം ചെയ്ത് തന്നെ ഇതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ സമീഹ ഖാലിദ് സാഹിബ അവരിവിടെ ഉണ്ട്. ഞാൻ അവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഖിറാഅത്ത് നടത്തിയിട്ടുള്ള ഹെവൻസ് പ്രീ സ്കൂളിൻ്റെ 3ാം വർഷ സ്കൈത്രിയിലെ വിദ്യാർത്ഥി മുഹമ്മദ് ആയാസ്. ഖിറാഅത്ത് നമ്മളെല്ലാവരും കേട്ടതാണ്. സൂറത്തുർ റഹ്മാൻ വളരെ സന്തോഷത്തോടെ നല്ല ധൈര്യത്തോടെ ഇത്തരം വലിയൊരു സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സൂറത്തുർ റഹ്മാൻ നിയമങ്ങൾക്ക് പാലിച്ചുകൊണ്ട് ഖിറാഅത്ത് നടത്തിയ മുഹമ്മദ് അയാസിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വർഷം കോഴ്സ് പൂർത്തിയാക്കി ഇറങ്ങുന്ന 19 വിദ്യാർത്ഥികൾ പ്രതിനിധീകരിച്ചുകൊണ്ട് തങ്ങളുടെ കഴിഞ്ഞ 3 വർഷത്തെ അനുഭവം പങ്കുവയ്ക്കുന്ന അബുഹർ മുഹമ്മദ് ഷെയ്ഖ്, ആ പ്രിയപ്പെട്ട മകനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഈ പരിപാടിയുടെ ഈ ഉദ്ഘാടന സെഷൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കുന്ന PB ആരിഫ അവർകളെ പ്രതിനിധി, അവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാറ്റിലും ഉപരി വളരെ നേരത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെയും കുടുംബാദികളെയും ഈ സ്ഥാപനത്തിൻ്റെയും സംവിധാനങ്ങളുടെയും ഗുണകാംക്ഷികളും സഹായികളുമായിട്ടുള്ള നിങ്ങളേവരെയും, ഒപ്പം ഈ സ്ഥാപനത്തിൻ്റെ പിഞ്ചു മക്കളെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും എല്ലാവരെയും രക്ഷിതാക്കളെയും മറ്റും വളരെ സന്തോഷത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you, sir. May I call upon Mr. C.K. Hanifa, Director of Vadanpally Group of Educational Institute, with whose visionary leadership and unwavering dedication our institution has reached new heights of excellence. Please join me in welcoming Hanifa Master for the presidential address. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala rasulihil ameen wa ala alihi wa sahbihi ajma'in. ബഹുമാനപ്പെട്ട
ഷാനവാസ് സാർ, ആദം ഉസ്താദ്, ഏസദ്രമ മസർ, ഷെരീഫ് സാഹിബ്, വേദിയിലെ സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയം നിറഞ്ഞ രക്ഷാകർത്താക്കളെ, പിഞ്ചു സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ മക്കളുടെ സന്നദ്ധദാനം സ്വീകരിക്കുന്ന പരിപാടിയും അവരുടെ കലാപരിപാടികളും കണ്ടാസ്വദിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 9 വർഷം മുമ്പ് നമ്മളിവിടെ ആരംഭിച്ച ഈ സംവിധാനം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ വിജയപ്രദമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നത് ആരംഭിക്കുമ്പോൾ നമുക്ക് വളരെ വലിയ ആശങ്കകളുണ്ടായിരുന്നു. ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നത്. പക്ഷെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വളരെ ഭംഗിയായി അനേകം കുട്ടികൾക്ക് ഖുർആനിൻ്റെ വെളിച്ചം നൽകിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഈ 3 വർഷത്തെ വിദ്യാഭ്യാസം ഇതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും നമ്മളുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ തീർച്ചയായും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും ഇസ്ലാമികമായ ഒരു അവബോധവും വെളിച്ചവും കിട്ടുന്നതിനുള്ള ഒരു വലിയ ഒരു മാധ്യമമായിട്ടാണ് നമുക്കിതുവരെ അനുഭവപ്പെട്ടിട്ടുള്ളത്. ചെറിയ കുട്ടികളെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന രൂപത്തിൽ വളരെ വലിയ ഭാരിച്ച സംഗതികൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന ഒരു വിദ്യാധാരണ കൂടി ഇതിൻ്റെ ചില വിമർശകർ ഉണ്ടെങ്കിലും സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അനുഭവം ഒന്നിച്ചാണ്. നമ്മുടെ കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി ഈ സമ്പ്രദായം ഏറ്റെടുത്തിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതിയാണ് ഈ 3 വർഷം കൊണ്ട് ഈ പരിപാടി അല്ലെങ്കിൽ ഈ സ്കീം അവസാനിപ്പിക്കരുത്, ഇതിനൊരു തുടർച്ച നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മൾ വളരെ മുമ്പ് തന്നെ ആഗ്രഹിച്ചിരുന്നതാണ്. ഇതിൻ്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കാവുന്ന മർഹൂം അഹമ്മദ് കുട്ടി മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ കൂടി വലിയ സ്വപ്നമായിരുന്നു ഇതിൻ്റെ തുടർച്ച വേണമെന്നുള്ളത്. അൽഹംദുലില്ലാഹ് നമ്മൾ ഇപ്പോൾ ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിച്ചാൽ അടുത്ത അധ്യയന വർഷം മുതൽ തന്നെ നമ്മളിതിൻ്റെ തുടർച്ച 1ാം ക്ലാസ് എന്ന രൂപത്തിൽ നമ്മളത് ഇൻഷാ അല്ലാഹ് തുടങ്ങും. ഇപ്പോൾ സ്കൈ 3 പഠിക്കുന്ന കുട്ടികൾ അവരുടെ രക്ഷാകർത്താക്കളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഇതിൻ്റെ ഗുണങ്ങൾ നമ്മൾ വിവരിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവരത് ഏറ്റെടുക്കുകയും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം അവർ നൽകുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ
ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യയന വർഷത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ തുടർച്ചയെന്ന നിലയിൽ ഹാബിറ്റ്സ് അക്കാഡമി എന്ന പേരിൽ നമ്മുടെ സ്ഥാപനം തുടങ്ങുകയാണ്. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ക്യാമ്പസിൽ തന്നെയാണ് നമ്മളിത് തുടങ്ങുന്നത്. എല്ലാവിധ ആധുനിക സൗകര്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ കോൺവെക്കേഷൻ സെറിമണി യോഗത്തിൽ ഇത് ഒരു പ്രഖ്യാപനമായി നടത്താൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സർവശക്തൻ്റെ അനുഗ്രഹവും നമ്മോടൊപ്പം ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ അനുഭവത്തിലുള്ള കാര്യം ഇത് തുടർച്ചയില്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം പിന്നീട് അങ്ങോട്ട് അവരുടെ ഭാവിയിൽ ഉപകാരപ്രദം ആകാതെ വരികയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സാഹസപ്പെട്ടാലും നമ്മൾ തുടങ്ങാൻ തന്നെയാണ് തീരുമാനം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കുട്ടികളെ നമ്മുടേതായ സ്കൂളിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ നമുക്ക് സ്വന്തമായി വടാനപ്പള്ളി ഓർഫനേജ് കമ്മിറ്റിയിലെ സ്കൂൾ പുതിയങ്ങാടിയിലുള്ള മോഡൽ ഹൈസ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്കൂൾ, ആ സ്കൂളിൻ്റെ ഹാബിറ്റ്സ് ഡിവിഷൻ നമ്മൾ ഇവിടെ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ കുട്ടികളെ ഈ സ്കീം അനുസരിച്ച് 12ാം ക്ലാസ് വരെ മുന്നോട്ട് പോകുന്ന വലിയ ഒരു ബൃഹത്തായ സ്കീമാണ്. 1ാം ക്ലാസ് തുടങ്ങി 12ാം ക്ലാസ് വരെ +2 വരെയുള്ള വലിയൊരു സ്കീമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ഖുർആനിൻ്റെ മനഃപ്പാഠം മാത്രമല്ല ഖുർആൻ വ്യക്തമായും നിയമങ്ങളനുസരിച്ച് ഓതുകയും കൂടാതെ ഖുർആനിൻ്റെ തഫ്സീറും മറ്റ് ഇസ്ലാമിക വിഷയങ്ങളും നമ്മുടെ സ്കൂൾ വിഷയങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടും എന്ന ഒരു വലിയ ഒരു സംഗതിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് പൊതുജനങ്ങളുടെ എല്ലാ സഹകരണവും ഇതിനുണ്ടായിരിക്കണം ഒന്നുകൂടി ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഇന്ന് പലവിധ ട്രെൻഡുകൾ നമ്മളെ വിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പോസിറ്റീവായ വളരെ അനുകൂലമായ ഒരു ട്രെൻഡാണ് ഖുർആൻ പഠിക്കാൻ താല്പര്യം കാണിക്കുക എന്നുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗം മുസ്ലിങ്ങളിലുള്ള എല്ലാ വിഭാഗം ആളുകളും വളരെ താല്പര്യത്തോടു കൂടി പ്രത്യേകിച്ച് ഈ പിഞ്ചു മക്കളെ ചെറുപ്പത്തിൽ തന്നെ ഖുർആനുമായി ബന്ധപ്പെടുത്താനുള്ള സംരംഭങ്ങൾ വളരെ വലുതായി സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നല്ലൊരു ട്രെൻഡാണ്, നല്ലൊരു രീതിയാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റ് സംരംഭങ്ങളിൽ നിന്നോ ഖുർആൻ പഠിക്കുകയും പിന്നീട് അങ്ങോട്ട് തുടർ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ അതിനുള്ള സൗകര്യമുണ്ടാവും എന്ന സംഗതി കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.